You've been talking about patience, hoping forever like. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലെ ഷെയ്ക്ക് എഫക്റ്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് CapCut പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ CapCut പോലൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതേപോലൊരു ഷെയ്ക്ക് എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് CapCut ആണ്. അപ്പോൾ നമ്മൾ CapCut ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ക്ലിപ്സ് വന്ന് ഇതിലേക്ക് ഇടുക. ഞാൻ ഇപ്പോൾ റോളക്സ് എന്നുള്ള പടത്തിൽ കുറച്ച് ക്ലിപ്സാണ് എടുക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ആഡ് ബട്ടൺ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലിപ്സ് നിങ്ങൾ ഓഡിയോ ആഡ് ചെയ്ത് ആഡ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഓഡിയോ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു ഓഡിയോക്ക് ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ ക്ലിപ്പ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എല്ലാ ക്ലിപ്പും 1 സെക്കൻഡ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ബീറ്റൊക്കെ മാർക്ക് ചെയ്ത ശേഷം അറേഞ്ച് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഫസ്റ്റ്. ദെൻ അതേപോലെ തന്നെ എൻഡിലായിട്ടും വന്നിട്ട് എൻഡിലായിട്ടും വന്നിട്ട് നമ്മൾ അടുത്തൊരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇവിടെ അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മുമ്പായിട്ട് ഒപ്പാസിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്നൊരു 25%-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 25 to 30 നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ, അധികം ഒരു ഇത് കൊടുക്കേണ്ട, ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് വന്നാൽ നമുക്ക് ഗ്രാഫ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നെ കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എറേസ് 1 എന്നുള്ള ആ ഒരു കർവ് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രാഫും അതേപോലെ ആനിമേഷൻ എഫക്ട്സ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് VPN കണക്ട് ചെയ്യണം. അപ്പം CapCut ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ VPN കൂടെ കണക്ട് ചെയ്യാൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ എഫക്ട്സും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ എല്ലാ ക്ലിപ്പിലും ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതുപോലെ തന്നെ എൻഡിലൊരു കീ ഫ്രെയിം. നമ്മൾ താഴെ സ്ക്രോൾ ചെയ്യുക. ദെൻ നമ്മൾ നേരെ ഒപ്പാസിറ്റിയിലേക്ക് പോവുകയാണ്. ഒപ്പാസിറ്റിയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒന്ന് നമ്മൾ 25-ലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും എൻഡിലേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം എറേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാഫ് കൊടുക്കുക. സെയിം നമ്മൾ മൂന്നാമത്തെ ക്ലിപ്പിലും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫെയ്ഡ് എഫക്റ്റ് നമ്മൾ ക്ലിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വീഡിയോ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഒരു ഫെയ്ഡ് എഫക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ഫെയ്ഡ് എഫക്റ്റ് അതേപോലെ ഈ ഒരു റേഞ്ചിലാണ്, അതായത് ഇനി ഈ ഒരു ഫെയ്ഡായി വരുന്ന സ്ഥലത്താണ് നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇവിടെ താഴെയായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എഫക്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. വീഡിയോ എഫക്ട്സിൽ വരിക. വീഡിയോ എഫക്ട്സിൽ വന്ന ശേഷം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ട്രെൻഡിങ്ങിൽ തന്നെ ഇവിടെ ഷെയ്ക്ക് അതേപോലെ സ്ലാൻഡഡ് ബ്ലർ, ഇത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് ഷെയ്ക്ക് ആഡ് ചെയ്ത് ഇതേപോലെ, ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ, ഒരു ലെയർ തന്നെ കാണിക്കും. ഇവിടെ നമ്മൾ താഴെ അഡ്ജസ്റ്റ് കൊടുക്കുക. ഇവിടെ സ്പീഡ് വന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് ഞാൻ ഒരു 90 കൊടുക്കുകയാണ് സ്പീഡ്. ഓക്കെ, സ്പീഡ് വന്ന് നമ്മൾ 90 കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇൻറ്റൻസിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മളൊരു 10-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇൻറ്റൻസിറ്റി. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു 10-ലും 90-ലും വെച്ച് സെറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇതിൽ കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ വീഡിയോ എഫക്ട്സിലേക്ക് പോവുക. സ്ലാൻഡഡ് ബ്ലർ ആഡ് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ അതും ഇതേപോലെ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ വന്ന് നമ്മൾ അഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ ബ്ലർ വന്ന് ഇപ്പോൾ നമ്മൾ ഒരു 50-ലേക്ക് സെറ്റ് ചെയ്യുക. ബ്ലർ ഡീഫോൾട്ടായിട്ട് 50-ൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ വന്ന് നമ്മളൊരു 20-ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുക, നമ്മളൊന്ന് 20-ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കുറച്ചൊരു പാർട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഷെയ്ക്കും സ്ലാൻഡഡ് ബ്ലറും വേണ്ടൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് എത്ര പോർഷനിലാണോ വേണ്ടത് ആ ഒരു റേഞ്ചിലേക്ക് ഇത് ട്രിം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഫിംഗർ ഉപയോഗിച്ച് ഈ ഒരു രീതിക്ക് ട്രിം ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര പോലെയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ ട്രിം ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് തന്നെ എല്ലായിടത്തേക്കും കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. മെയിൻ ലെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ഷെയ്ക്കിൻ്റെ കോപ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇതേപോലെ ഫിംഗർ ഉപയോഗിച്ച് അടുത്തൊരു ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ദെൻ അഗെയിൻ നമ്മൾ കോപ്പി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലാൻഡഡ് ബ്ലറിൻ്റെയും കിട്ടും. അതും നമ്മൾ കോപ്പി ചെയ്ത് ഇതേപോലെ എല്ലാവരുടെയും ഫസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മൾ അഗെയിൻ കോപ്പി എടുക്കുക, നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ അടുത്തൊരു ക്ലിപ്പിൻ്റെ അടുത്ത് വന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ലാൻഡഡ് ബ്ലറും, അതായത് ബ്ലറും ഷെയ്ക്കും നമ്മൾ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബീറ്റ് അനുസരിച്ച് ഈ ഒരു ഷെയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിലും മനോഹരമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പോരാത്തതിന് തന്നെ ഞാൻ ഇപ്പോൾ ഒരു സോങ് ആഡ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിൽ വരാം. ആനിമേഷനിൽ വന്ന ശേഷം നമ്മളിവിടെ കൊടുക്കുന്നത് സ്വിങ് ബോട്ടം റൈറ്റ്, ആ ഒരു ആനിമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും എൻഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ആനിമേഷൻ കാണാൻ പറ്റും, സ്വിങ് ബോട്ടം റൈറ്റ്. ഇവിടെ വന്ന് നമുക്ക് താഴെ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അത് നമ്മൾ 0.2 സെക്കൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ആനിമേഷൻ്റെ ടൈമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം കൊടുക്കുക, മീൻസ് നിങ്ങളുടെ ബീറ്റ് അനുസരിച്ച് വീഡിയോ ബോറാവാത്ത രീതിയിൽ. ദെൻ നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിലേക്ക് വരിക, ഏറ്റവും എൻഡിലേക്ക് വരിക, ആ ഒരു എഫക്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 0.2 സെക്കൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ അടുത്ത ക്ലിപ്പിലേക്ക് വരിക, ആനിമേഷനിൽ വരിക, സെയിം ആണ് ചെയ്യേണ്ടത്. ദെൻ നമ്മളത് 0.2 സെക്കൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷെയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചിട്ട് കണ്ടില്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് ഒരു ഫെയ്ഡ്, അതുപോലെ തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു ഷെയ്ക്ക്, എല്ലാം ബ്ലറ് ഒക്കെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും, നല്ല അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഷേക്ക് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോസിലൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.